നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ. അയ്യപ്പ സീസൺ തുടങ്ങുകയാണ്, മണ്ഡലകാലം തുടങ്ങുകയാണ്. ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഇരുമുടിയേന്തി ഭഗവാനെ ദർശിക്കുവാനായിട്ട്, ഒരു നോക്ക് കാണുവാനായിട്ട് പോവുകയാണ്. ഇപ്രാവശ്യമെങ്കിലും നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി നാം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഓരോ അയ്യപ്പ ഭക്തനും 41 ദിവസം വ്രതമിരുന്ന് കഷ്ടപ്പെട്ട ശേഷം മല ചവിട്ടി, ഇരുമുടി ഏന്തി മല ചവിട്ടി അയ്യപ്പനെ ദർശിച്ച് പ്രാർത്ഥനകളോടുകൂടി നിറകണ്ണുകളോടുകൂടി തൊഴുത് മടങ്ങുകയാണ്. തീർച്ചയായിട്ടും അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആദ്യത്തെ വിഷയം നെയ്ത്തേങ്ങ. നെയ്യ് എന്ന പദം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് തന്നെ മനസ്സിൽ ഓടിയെത്തുന്നത് പശുവിൻ നെയ്യാണ്. ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നത് പശുവിൻ നെയ്യാണോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയാണ് സാധനം, ഒരു പിടിയുമില്ല. ഏവരും മനസ്സിലാക്കുക, ഈ ഒരു നെയ്ത്തേങ്ങ എന്നുള്ളത് ഒരു ഭക്തനിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ലക്ഷക്കണക്കിന് തേങ്ങ, അതിൽ നാം കൊണ്ടുപോകുന്ന നെയ്യ് ശുദ്ധമായിരിക്കണം എന്നുള്ളത് ഓരോ അയ്യപ്പ ഭക്തന്റെയും കടമയാണ്. ചിന്തിക്കേണ്ടതാണ്, ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. കാരണം ആ നെയ്യ് നാം ഭഗവാനെ അഭിഷേകം ചെയ്യുകയാണ്. പശുവിൻ നെയ്യ് തീർച്ചയായിട്ടും വാങ്ങിക്കുവാൻ ശ്രമിക്കുക. ഇച്ചിരി ധനം കൂടുതലാണ്, അതിൽ കയറി മിച്ചം പിടിക്കരുത്. കാരണം നമ്മൾ എന്തിനൊക്കെയോ ചെലവാക്കുന്നു, വണ്ടിക്കൂലി കൊടുക്കുന്നു, പല സ്ഥലത്ത് ആഹാരം കഴിക്കുന്നു. അപ്പൊ അങ്ങനെ അത് ദയവ് ചെയ്ത് ആ പൈസ മിച്ചം പിടിക്കരുത്. പശുവിൻ നെയ്യ് വാങ്ങിച്ച് നെയ്ത്തേങ്ങ നിറയ്ക്കുവാനായിട്ട് ഏവരും ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം, കാരണം ഈ ഒരു തെറ്റ് ഒരാളല്ല, ലക്ഷക്കണക്കിനാണ് നെയ്ത്തേങ്ങ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഇരുമുടിക്കെട്ടിൽ നാം കൊണ്ടുപോകുന്ന വസ്തുക്കളിൽ പ്രധാനമായിട്ടുള്ളത് പനിനീർ. പനിനീര് മൊത്തം കെമിക്കലാണ്. ആ കെമിക്കൽ വാങ്ങിച്ചിട്ട് നാം കൊണ്ടുപോവുകയാണ്. പനിനീര് കൊണ്ടുപോയി പനിനീര് ഇങ്ങനെ തെളിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ പനിനീര് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ഇത്രയും തിരക്കിനിടയ്ക്ക് ഈ പനിനീര് അഭിഷേകത്തിനൊന്നും ഇത് പറ്റില്ല. അങ്ങനെ സാധിച്ചാൽ തന്നെ അത് കെമിക്കലാണ്. ആയതിനാൽ ആ പനിനീര് കൊണ്ടുപോയില്ലെങ്കിൽ അയ്യപ്പന്റെ ഭാഗത്ത് നിന്നും കുറ്റം വരില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. സാധിക്കുന്നവർക്ക് നല്ല പനിനീർ, ശുദ്ധമായ പനിനീർ തയ്യാർ ചെയ്ത് കൊണ്ടുപോകാം, അതിൽ തെറ്റില്ല. അടുത്തത്, മൂന്നാമത്തേത് ചന്ദനത്തിരി. ഏവർക്കും അറിയാം, നല്ല കെമിക്കലാണ് ഇന്ന്. ദയവ് ചെയ്ത് ഒന്നുകൂടി ചിന്തിക്കുക. അത് കൊണ്ടുപോകണം എന്ന് നിർബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും ശുദ്ധമായ ചന്ദനത്തിരി എവിടെയാണോ ലഭ്യമാകുന്നത് അവിടെ നിന്ന് സോഴ്സ് ചെയ്യുക. ഇനി നമുക്ക് കുറേ ദിവസമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തി നമുക്ക് മുന്നോട്ട് പോകാം. കാരണം വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ്, ഇത് ഒരാളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കൊച്ചു അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റല്ല. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ മാസായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്, ഒരു തെറ്റായ പ്രവണതയാണ്. അത് നാം ഏവരും ഒരുമിച്ച് ചിന്തിക്കാം, ഒരുമിച്ച് നല്ലതിലേക്ക് മുന്നോട്ട് പോകാം. പ്രകൃതി സംരക്ഷണമാണ് നമ്മുടെ ആവശ്യം. ഈ മണ്ഡലകാലത്ത് ഓരോ ഭക്തനും ദയവ് ചെയ്ത് ചിന്തിച്ച് ഈ 3 കാര്യങ്ങൾ, പശുവിൻ നെയ്യ് കൊണ്ട് നെയ്ത്തേങ്ങ, ചന്ദനത്തിരി ശുദ്ധമാകണം, പനിനീരും ശുദ്ധമാകണം. ചന്ദനത്തിരിയും പനിനീരും ലഭിച്ചില്ലെങ്കിൽ, അത് കൊണ്ടുപോയില്ലെങ്കിലും പ്രശ്നമില്ല, അയ്യപ്പൻ അനുഗ്രഹിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം.